പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ അധ്യാപന ജീവിതത്തിനിടയിലും അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അതിലും കൂടുതൽ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും ഒരുപോലെ ഇടപെടുന്നത് കൊണ്ടും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. കോവിഡ് വന്നതിന് ശേഷം പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്ത രീതിയിലായിട്ടുണ്ട്. അവരുടെ സ്ഥിരമായ മൊബൈൽ അഡിക്ഷൻ അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ എത്തേണ്ട നിലയിൽ എത്താതെ പോകാൻ കാരണവുമാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ മൊബൈൽ അഡിക്ഷൻ മാറ്റാനുള്ള മാർഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ പരീക്ഷിച്ചു നോക്കിയതും അത് വിജയിച്ചതും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കളെ തന്നെയാണ്. പല കാര്യങ്ങൾക്ക് പിന്നാലെ മക്കളുടെ ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ അവരൊരു കാലത്തും അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിന്നും വഴുതിപ്പോകും. 5 ദിവസത്തെ ഒരു ശീലം മതി കുഞ്ഞുങ്ങൾക്ക് അവർ വന്ന ആ ട്രാക്കിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ വളരെ കെയർഫുൾ ആവണം. അതാണ് പേരൻസിന് വേണ്ടത്. നമ്മുടെ മക്കളെക്കുറിച്ച് കൃത്യമായ ധാരണകൾ വേണം. നമ്മുടെ മക്കളെക്കുറിച്ച്, അല്ലാതെ അയൽക്കാരുടെയോ നമ്മളുടെ സഹോദരങ്ങളുടെ മക്കളെക്കുറിച്ചല്ല നമുക്ക് ധാരണ വേണ്ടത്. നമ്മളുടെ മക്കളുടെ പരിമിതികൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്ക് യഥാർത്ഥത്തിൽ കഴിവുള്ള ഭാഗം എവിടെയാണെന്നും തിരിച്ചറിയണം. അവർക്ക് എന്തിനോടാണ് മടിയുള്ളതെന്ന് നമ്മൾ അറിയണം. അവർക്ക് മടി ഉണ്ടാകുന്ന ടൈം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വീട്ടിലെ ഏത് പാറ്റേണാണ് കുട്ടിയെ പഠനത്തിൽ നിന്നും മാറ്റാൻ കാരണമാകുന്നതെന്ന് തിരിച്ചറിയണം. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ഓരോ മാതാപിതാക്കളും, മാത്രമല്ല അച്ഛൻ്റെയോ അമ്മയുടെയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആ വീട്ടിലുണ്ടെങ്കിൽ അവർ വരെയും ഇതിനു വേണ്ടി മനസ്സ് കൊടുത്ത് പ്രയത്നിക്കണമെന്ന് ഞാൻ പറയും. കാരണം ചെറിയൊരു വാക്ക് മതി ഓരോ കുഞ്ഞിനും മുറിവേൽക്കാൻ, അല്ലെങ്കിൽ അവര് തെറ്റായി ധരിച്ച് അവരുടെ വിജയത്തിലേക്കുള്ള വഴി അവർ സ്വയം അടയ്ക്കാനായിട്ട്. ഞാൻ വെറുതെ അല്ല ഇത് പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് റിക്കവർ ചെയ്യിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. കുട്ടിയുടെ അച്ഛനമ്മമാരും പ്രയത്നിക്കണം, ഞാനും പ്രയത്നിക്കണം, കുട്ടികളും പ്രയത്നിക്കണം. കുട്ടികളെ പലപ്പോഴും പ്രയത്നിക്കാനൊന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാതെ വരും. ആ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, അടുത്ത അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഒരു ഫോക്കസ് ഏരിയ ഉണ്ടാക്കിയിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടി എവിടെ ഇരുന്നാ പഠിക്കേണ്ടതെന്ന് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. ഒരു ഫോക്കസ് ഏരിയ അവിടെ റെഡിയാക്കി വെക്കുക. 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 2 പേരും 2 മുറിയിൽ ഇരുന്നേ പഠിക്കാവൂ. എല്ലാവരും വർത്തമാനം പറയുന്ന സ്ഥലത്തല്ല, തിണ്ണയിൽ ഇരുന്നല്ല, അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിൽ ഇരുന്നല്ല കുട്ടി പഠിക്കേണ്ടത്. റൂമിനകത്ത് കഥ കടച്ചിരുന്നല്ല കുട്ടി പഠിക്കേണ്ടത്. കൃത്യമായി കുട്ടിക്ക് ഒരു ഫോക്കസ് സോൺ ഉണ്ടായിരിക്കണം. എവിടെ ഇരുന്ന് കുട്ടി പഠിക്കണമെന്ന് കുട്ടിയും അച്ഛനമ്മമാരും കൂടെ തീരുമാനമെടുത്ത് അവിടെ ഒരു മേശയുണ്ടാവണം, കസേര ഉണ്ടാവണം. ചാരിക്കിടക്കുന്ന കസേരയല്ല, നട്ടെല്ല് നിവർത്തിയിരുന്ന് കുട്ടി പഠിക്കണം. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കുട്ടികളുടെ ഇടയിൽ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ കിടന്നു പഠിക്കുന്നു, സോഫയിൽ കിടന്നു പഠിക്കുന്നു, ചുരുണ്ടു കൂടിയിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ തെന്നി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ റീലുകളും. അത് അവരുടെ വിരലുകളിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നമ്മളറിയില്ല. ഓരോ ദിവസവും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ക്രമേണ അവർക്ക് അതേ പാറ്റേൺ ആയിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക.
അവരെ വഴക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അവർ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൻ്റെ 10 ഇരട്ടി പുറകോട്ട് പോകും. അതും ഉറപ്പാണ്. ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങൾ. പക്ഷെ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഒരു അധ്യാപികയായി പോയതുകൊണ്ട്, ഒരു അമ്മയായി പോയതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രയേറെ പേരൻസ് വേദനിക്കുന്നുണ്ട്. പേരൻസ് മാത്രമല്ല, മുതിർന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് ഈ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ. കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും വർഷമായില്ലേ, ടീനേജിൽ ആ കാലത്തുണ്ടായിരുന്നവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള മടിയുണ്ട്, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ മടിയുണ്ട്, പൊതുവായ ഒരു ചടങ്ങിൽ ചെന്നാൽ മനസ്സ് തുറന്ന് ഇടപഴകാനുള്ള മടിയുണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ. ഇതൊന്നും കൊണ്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ ഈ 10-15 ദിവസമുണ്ട് സ്കൂൾ തുറക്കാനായിട്ട്. ആ സമയം കൊണ്ട് മാറ്റിയെടുക്കുവാൻ അച്ഛനും അമ്മയും വീട്ടിലുള്ള എല്ലാവരും 100% പരിശ്രമിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മോശമായിട്ട് അവസാനം അവർക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടാതെ കണ്ട് വന്നാൽ അവരുടെ അങ്ങ് വരെയുള്ള ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാല് ദുഃഖിക്കുന്ന ആരാ? അച്ഛനും അമ്മയും തന്നെ. അവർക്ക് 100 പവന്റെ ആഭരണമോ വലിയ കാറോ ബംഗ്ലാവോ ഒന്നും മേടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. അവര് മനസമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഞാനുള്ള കാര്യം തുറന്നു പറയുക, നിങ്ങൾ ഏത് മാർഗം ഉപയോഗിച്ച്, സ്വാതന്ത്ര്യത്തിന്റെ മാർഗം, സമാധാനത്തിന്റെ മാർഗം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ അടിത്തറ മാറ്റുക. അതായത് ഇത്രയും കാലവും കുട്ടി പഠിച്ചിട്ടില്ല എങ്കിൽ അവിടെ വന്നിരിക്കുന്ന പാറ്റേണുകളൊക്കെ റിമൂവ് ചെയ്ത് ഒരു പുതിയ സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് ഒരുപാട് പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഉള്ള ആ ടേബിള് അല്പം തുണിയൊക്കെ നനച്ചൊന്ന് വൃത്തിയാക്കി തുടച്ച്, ഇനി മുതൽ കുഞ്ഞിവിടെ ഇരുന്നാ പഠിക്കുന്നത്, അല്ലെ മോൻ തന്നെ തിരഞ്ഞെടുത്തോളൂ എവിടെ ഇരുന്നാ പഠിക്കുന്നത്, ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പഠന മേശ സജ്ജീകരിക്കാന്ന് പറയുക. ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു വന്നാൽ കുറച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ മനസ്സെതിർത്താലും കുട്ടി നമ്മുടെ വഴിക്ക് വന്നോളും. ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ടേബിൾ സജ്ജീകരിക്കുക. ഇന്നെല്ലാവരും ചെയ്യുവോ? ചെയ്യുമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നാളെ കുട്ടിയുടെ ഫോക്കസ് ഓൺ റെഡിയാക്കാവുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇന്ന് ചെയ്യുവോ? എത്ര പേര് ചെയ്യും? ചെയ്യുമെന്നുള്ളവരെല്ലാവരും കമന്റ് ബോക്സിൽ എൻ്റെ കുട്ടിയുടെ പഠനമേശ ഞാൻ ഇന്ന് തന്നെ ക്രമീകരിക്കുമെന്നൊന്ന് എഴുതിക്കേ. അങ്ങനെ എഴുതുന്നതും നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും കുട്ടിയെയും സ്വാധീനിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്യണം. എനിക്കറിയാവുന്നതെല്ലാം അപ്പാടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി വളർത്തിയില്ല എന്ന കുറ്റബോധം ഒരിക്കലും ആർക്കും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞു തരുന്നത്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂളിലും 31 വർഷം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതും ഇപ്പൊ എൻ്റെ ലെറ്റ്യൂഡിലെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതും. അത് ഞാൻ ഒരു വീഡിയോ ആക്കി ഇങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലുള്ള ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതണം. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന്. തീർച്ചയായിട്ടും എൻ്റെ സമയവും അറിവും വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് മക്കളെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. കുട്ടികൾ മൊബൈൽ അഡിക്ഷനിലാണ്, കുട്ടി പറഞ്ഞാൽ കേട്ടില്ല, കുട്ടി ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണെന്ന്. പക്ഷെ നമുക്ക് സൊല്യൂഷൻ എന്താണെന്നുള്ള തിരിച്ചറിയേണ്ടത്. അത് ആക്ഷൻ എടുക്കുകയും വേണം. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ. ഇന്ന് തന്നെ ഞാൻ ആക്ഷൻ എടുത്തിരിക്കുമെന്ന്. അപ്പോൾ നാളെ കാണാം അല്ലേ?